അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, അതേപോലെ തന്നെ സ്റ്റേജിലുള്ള നേതാക്കന്മാർ, ഈ മഹത്തായ പരിപാടി ശ്രവിക്കാൻ വേണ്ടി ഇവിടെ സംഗമിച്ച നാട്ടിലെ യുവാക്കൾ, നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ, പിഞ്ചുമക്കൾ, അല്ലാഹു തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സുദീർഘമായ പ്രസംഗം ചെയ്ത് സമയം നീട്ടാൻ ഞാൻ തീരെ ഉദ്ദേശിക്കുന്നില്ല. സമയം ഇപ്പോൾ തന്നെ 11 കഴിഞ്ഞു. ഏതായാലും നമ്മുടെ കുട്ടികളുടെ പരിപാടി വളരെ ഭംഗിയായ നിലയിൽ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട ജമാഅത്തിൻ്റെയും PTA-യുടെയും അതേപോലെ നാട്ടുകാരുടെയും സഹോദരന്മാർ സഹോദരിമാരുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഉണ്ടായതുകൊണ്ടാണ് പരിപാടികൾ വളരെ ഭംഗിയായ നിലയിൽ നടന്നത്. ഈ കുട്ടികളുടെ പരിപാടി അവതരിപ്പിക്കുന്നതിൽ വളരെ ഉഷാറായിട്ടുണ്ട്. അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് നമ്മുടെ സദർ ഉസ്താദ് അടക്കമുള്ള മറ്റെല്ലാ ഉസ്താദന്മാരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പരിപാടി അവതരണം വളരെ ഭംഗിയായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ മക്കളെ എല്ലാ നിലയിലും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുമാറാകട്ടെ. ദീനിയും ഭൗതികവുമായ എല്ലാ അറിവും വിജ്ഞാനവും ബുദ്ധിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പ്രധാനമായി പറയാനുള്ളത്, നമ്മുടെ എല്ലാ വർഷാവർഷം നടത്തുന്ന വലിയ മൗലിദ് പരിപാടിയോടനുബന്ധിച്ചു കൊണ്ടാണല്ലോ ഈ പരിപാടികളൊക്കെ നടന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന വെള്ളിയാഴ്ചയാണ് നമ്മുടെ മൗലിദ് പരിപാടി. നാളെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പരിപാടികൾ ഉണ്ട്. അതും ഇതേപോലെ എല്ലാവരും സഹകരിച്ച് അതിനെ വിജയിപ്പിക്കണം. പിറ്റേന്നാളും 3 ദിവസം വഅദ് പരിപാടിയുണ്ട്. ആ വഅദ് പരിപാടിയിൽ ഇതേപോലെ തന്നെ എല്ലാവരും ആ സദസ്സിൽ വന്നിരുന്നു കൊണ്ട് ഭംഗിയാക്കി തരണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അതിനു വേണ്ടി നമ്മൾ നടക്കുന്നതും സംസാരിക്കുന്നതും ശ്വസിക്കുന്നതുമായ എല്ലാ കാര്യത്തിനും റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അതിൻ്റെ വരുന്ന വെള്ളിയാഴ്ച രാത്രിയാണ് അറവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആ കാര്യങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൻ്റെ നട്ടെല്ലായിരിക്കുന്ന യുവാക്കൾ, അവർ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് സഹകരിച്ചുകൊണ്ട് വളരെ സൗഹാർദ്ദത്തോടുകൂടെ സമാധാനപരമായി എല്ലാവരും അധ്വാനിച്ച്, വളരെ കഠിനമായി അധ്വാനിക്കുന്ന ധാരാളം യുവാക്കൾ, ധാരാളം എന്നല്ല, നാട്ടിലെ എല്ലാ യുവാക്കളും അതിന് രംഗത്തിറങ്ങുന്നുണ്ട്. അതിനൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം 2 ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് മാത്രമല്ല, ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന, പിറ്റേ ദിവസം ഭക്ഷണം ഉണ്ടാക്കുന്നതും അതിന് പൊതിയുണ്ടാക്കുന്നതും ചീരണി വിതരണം ചെയ്യുന്നതും, അതിലൊക്കെ നല്ല ആത്മസംയമനം എല്ലാവരും പാലിക്കണം. പരസ്പരം വിദ്വേഷമോ വെറുപ്പോ ഒന്നും ഉണ്ടാകാതെ മറ്റുള്ള പല രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള ബർക്കത്താകപ്പെട്ട ചീരണി വാങ്ങാൻ വേണ്ടി വരുന്നവരെ വളരെ സ്വാഗതം ചെയ്തുകൊണ്ട്, വളരെ മാന്യമായ നിലയിൽ അവരോട് പെരുമാറിക്കൊണ്ട് നല്ല നിലയിൽ ചീരണി വിതരണവും കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്തരം എല്ലാ ആൾക്കാരുടെ, പ്രത്യേകിച്ചും നമ്മുടെ ഈ ജമാഅത്ത് കമ്മിറ്റി, അവരെ ഒരിക്കലും നമ്മൾക്ക് വിസ്മരിക്കാൻ കഴിയില്ല. ആത്മാർത്ഥമായിക്കൊണ്ടാണ് അവരെല്ലാവരും ഇതിന് രംഗത്തിറങ്ങിയതും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതും. അതിനെല്ലാം റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു ഇരു ലോകത്തും അവർക്കും ഇതിനു വേണ്ടി സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും രണ്ടും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ന് മാത്രമല്ല, എല്ലാവർക്കും പല പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്.
അതിനെയെല്ലാം റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു ഏറ്റെടുക്കുകയും അതെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തട്ടിമാറ്റുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകമായി എൻ്റെ ചെറുപ്പക്കാരോടും നാട്ടുകാരോടും സഹോദരിമാരോടും പറയാനുള്ളത്, ഈ മഹത്തായ വലിയ മൗലിദ് പരിപാടിക്ക് വേണ്ടി നല്ല ഒരു തുക ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. അതിന് നല്ലൊരു തുക ആവശ്യമാണ്. അതുകൊണ്ട് സാധാരണ കഴിഞ്ഞ കൊല്ലത്ത് പോലെ ആകാതെ ഒരു കടവും വരുത്താത്ത നിലയിൽ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ട്, ഞങ്ങൾ ഇതിന് ഒരു കടവും വരുത്താൻ അനുവദിക്കൂല, ഞങ്ങൾ ഇതിന് വേണ്ട എല്ലാ ആവശ്യമായ ധനങ്ങൾ നൽകി സംഭാവനകൾ ചെയ്തുകൊണ്ട് ഇതിനെ സഹായിക്കുമെന്ന് ആത്മാർത്ഥതയോടുകൂടെ മനസ്സിൽ കരുതി ഈ ഒരു കാര്യത്തിന് എല്ലാവരും ഒക്കെട്ടായി രംഗത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും ആഖിറത്തിൽ വെച്ചുകൊണ്ട് റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾക്ക് അത് തന്നെ വലിയ മുതൽക്കൂട്ടാകുന്നു. മാത്രമല്ല അവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗവും കൂടിയാകും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇതെല്ലാം ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിന് വേണ്ടി നടത്തുന്നതാണ്. ലോകത്താദ്യമായി ഏറ്റവും വലിയ മൗലിദ് പരിപാടി നടത്തിയത് ഇർബൽ ഭരിച്ചിരുന്ന മലിക് മുളഫർ രാജാവാണ്. അദ്ദേഹം ആ ഒരു പരിപാടിക്ക് വേണ്ടി, ഒരൊറ്റ ദിവസത്തെ പരിപാടിക്ക് വേണ്ടി 3 ലക്ഷം സ്വർണമാണ് അദ്ദേഹം ചെലവഴിച്ചത്. അപ്പൊ എന്തുകൊണ്ട്? അതിനൊക്കെ വലിയ കൂലിയുണ്ട് എന്ന് അന്നുള്ള ഉലമാക്കൾ എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കരുത്. ഇനിയും എല്ലാവരും കൊടുക്കുകയും കൊടുക്കാത്തവരൊക്കെ, പ്രത്യേകിച്ചും കഴിവുള്ളവരെല്ലാവരും നല്ലതായ തുക നൽകിക്കൊണ്ട് ഇതിന് സഹകരിച്ച് സഹായിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതിനെല്ലാം യാതൊരു സംശയം വേണ്ട. തക്കതായ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് മാത്രമല്ല, ഭൗതികവും അഭൗതികവുമായ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല മോചനം നൽകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നൊന്ന് പറയാനുള്ളത്, പ്രത്യേകിച്ചും എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, 18 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് ഒരിക്കലും നിങ്ങൾ ബൈക്കോ കാറോ ഓടിക്കാൻ കൊടുക്കരുത്. ഇപ്പോൾ തന്നെ 2-3 കുട്ടികളെ പിടിച്ചിട്ട് അത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷെ 25,000 ഉറുപ്പികയാണ് നമ്മൾ വെറുതെ അതിന് വേണ്ടി കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ കുട്ടികൾ എത്ര കരഞ്ഞു പറഞ്ഞാലും ശരി, നിങ്ങൾ കൊടുക്കരുത്. അങ്ങനെ കൊടുത്താൽ ഇപ്പോൾ കുട്ടികൾക്ക് ഈ പാസ് കിട്ടാൻ വേണ്ടി 18 വയസ്സായാൽ കിട്ടും അവർക്ക്. അതേ സമയത്ത് പൊടിച്ചു കഴിഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞിട്ട് 25 വയസ്സ് വരെ അതിനുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും അവർക്ക് കിട്ടൂല എന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ, ആണുങ്ങളാരും ആ കാര്യത്തിൽ ഇല്ല, പെണ്ണുങ്ങൾ എന്താക്കും, അവർക്കുള്ള മക്കളിൽ കുട്ടി ബൈക്ക്, കാറ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ 25,000 രൂപ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ വിചാരിക്കും ഇവിടെ പോലീസ് ഇല്ലാലോ, ഇവിടെ ഇതില്ലാലോ, അതില്ലാലോ, ഇതില്ലാലോ, അതൊന്നും പറഞ്ഞിട്ട് ഫലമില്ല. അങ്ങനെ അവർ വന്ന് കാണുന്നുണ്ട്, പിടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാവർക്കും റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും കുടുംബക്കാരും ഈ പള്ളിയുടെ ചുറ്റും മറപ്പെട്ട് കിടക്കുകയാണ്. അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗപ്പൂത്തോമ്പാക്കി കൊടുക്കുകയും വളരെ റാഹത്തും സന്തോഷമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.